ഞാൻ ഇത്രയും വാങ്ങിയ ഒരു 10-30 സാധനങ്ങൾ വാങ്ങി, 10-32 സാധനം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടി ടാക്സും GST അടക്കമാണ് ഈ 1500 എന്ന് പറയും. ഈ വിലക്കുറവും കാര്യങ്ങളും കണ്ടപ്പോൾ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല, കുറച്ച് സ്കാം ആയിരിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പിന്നെ അതല്ലാന്ന് ഞാൻ ആദ്യം ഒരു ഓർഡർ കൊടുത്ത് പിന്നെ അതിൽ നിന്ന് അടിപൊളിയായിട്ടുള്ള സാധനങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ പിന്നെയും ഓർഡർ ചെയ്തു. ഇപ്പോൾ ഓരോ മാസം ഓർഡർ ചെയ്യലാണ് എൻ്റെ പരിപാടി. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അത്യാവശ്യം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. വെറും 1500-നാണ് ഞാൻ ഈ പെട്ടി മൊത്തം ഉള്ളൊരു സാധനങ്ങൾ വാങ്ങിയത്. ഇപ്പോൾ ഈ സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിയ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഡിയോഡാപ്പാണ്. ഇതെൻ്റെ ഒരു 2ാമത്തെയോ 3ാമത്തെയോ പർച്ചേസാണ്. ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ ഈ വിലക്കുറവും കാര്യങ്ങളും കണ്ടപ്പോൾ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല, കുറച്ച് സ്കാം ആയിരിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പിന്നെ അതല്ലാന്ന് ഞാൻ ആദ്യം ഒരു ഓർഡർ കൊടുത്ത് പിന്നെ അതിൽ നിന്ന് അടിപൊളിയായിട്ടുള്ള സാധനങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ പിന്നെയും ഓർഡർ ചെയ്തു. ഇപ്പോൾ ഓരോ മാസം ഓർഡർ ചെയ്യലാണ് എൻ്റെ പരിപാടി. പക്ഷെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഏതൊക്കെയാണെന്നൊക്കെ നോക്കാം. ഫസ്റ്റ് ഈ ഒരു കീബോർഡ്, ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 109 ആണ്. പിന്നെ ഞാൻ ഇത്രയും വാങ്ങിയ ഒരു 10-30 സാധനങ്ങൾ വാങ്ങി, 10-32 സാധനം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടി ടാക്സും GST അടക്കമാണ് ഈ 1500 എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിൽ തന്നെ ഒരു 100-ൽ കൂടുതൽ, ഒരു 2-3 സാധനങ്ങൾ മാത്രമേ 100 രൂപയിൽ കൂടുതൽ വാങ്ങിയിട്ടുള്ളൂ. രണ്ടാമത്തത് മുൾട്ടാണി മിട്ടി. ഇതിൻ്റെ പ്രൈസ് വെറും 8 രൂപ കേട്ടോ. 80 ഗ്രാമിന് 8 രൂപ. ഭയങ്കര ലാഭമല്ലേ? അതാണ് ഞാൻ പറയുന്നത്. ഇനി ഒരു സർപ്രൈസ് വരാൻ പോകുന്നേ ഉള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു മോപ്പ്, നമ്മൾ അതിൽ കൈ ഇട്ടിട്ട് ഇങ്ങനെ ഗ്ലാസ്സും അതും എന്താണെന്ന് വെച്ചാൽ തുടയ്ക്കാം. ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും 24 രൂപ കേട്ടോ. ഇനി നെക്സ്റ്റ് സാധനം, ഇത് നമ്മുടെ നാഫ്തലിൻ ബോളാണ്. നമ്മൾ വാഷ് ബേസിലൊക്കെ ഒരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ടൊക്കെ ഇടുന്ന സംഭവം. ഇത് വെറും 17 രൂപയ്ക്കാട്ടോ ഞാൻ വാങ്ങിയത്. വെറും 17 രൂപ. ആക്ച്വലി അതിൽ MRP കുറച്ച് കൂടുതലൊക്കെ കാണിക്കുന്നത്, പക്ഷെ അതിലും കുറഞ്ഞ റേറ്റിനാണ് അവർ നമുക്ക് തരുന്നത്. ഇനി രണ്ടാമത്തത് ഈ ഒരു ജ്വല്ലറി ബോക്സാണ്. നമ്മൾക്ക് പലർക്കും ഇത് കണ്ട് ഭയങ്കര പരിചയം ഉണ്ടല്ലേ. 400, 500, 300 അങ്ങനെയൊക്കെയാണ് ആമസോണിൽ ഇതിൻ്റെ റേറ്റൊക്കെ വരുന്നത്. ബാക്കിയുള്ള ഫ്ലിപ്കാർട്ട് അങ്ങനെ ഇതിലൊക്കെ അതാണ് റേറ്റ്. അതേ ക്വാളിറ്റിയിൽ അതേ ഇതിലാണ് എനിക്ക് ഈ സാധനം കിട്ടിയത്. പക്ഷെ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും 90 രൂപ. വെറും 90 രൂപയ്ക്കാണ് എനിക്ക് ഈ സാധനം കിട്ടിയത്. അത് ആക്ച്വലി വന്നപ്പോൾ ഇത് ആക്ച്വലി ഡാമേജ് ആയതൊന്നുമല്ല കേട്ടോ. ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്